ഇടുക്കി കട്ടപ്പന ഇരട്ടയാറിൽ മദ്യലഹരിയിൽ കൂട്ടുകാർ തമ്മിലുള്ള തർക്കം കലാശിച്ചത് കൊലപാതകത്തിൽ. വയലുങ്കൽ രാഹുൽ സണ്ണിയാണ് കൊല്ലപ്പെട്ടത്. ചക്കക്കാനം സ്വദേശി സജയനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദീർഘകാലമായി സുഹൃത്തുക്കളായിരുന്ന ഇരുവരും തമ്മിൽ നേരത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ശനിയാഴ്ച രാത്രി 11 മണിക്ക് ഇരട്ടയാർ ടൗണിന് സമീപം പഴയ പഞ്ചായത്ത് പടിക്കലാണ് കൊലപാതകം നടന്നത്. മദ്യപിക്കുന്നതിനിടെ രാഹുലും സജയനും തമ്മിൽ തർക്കങ്ങളുണ്ടായി. തർക്കം വൈകാതെ കയ്യാങ്കളിയായി. ഇതിനു പിന്നാലെയാണ് സജയൻ രാഹുലിന്റെ കഴുത്തിൽ തുണി കൊണ്ട് മുറുക്കി കെട്ടിയത്. രാഹുലിന്റെ മൃതശരീരം സജയൻ കോൺക്രീറ്റ് പാതയിലൂടെ കയറ് കെട്ടി 100 മീറ്ററോളം വലിച്ചഴിച്ചു. ശബ്ദം കേട്ട പ്രദേശവാസിയാണ് വിവരം പോലീസിനെ അറിയിച്ചത്. സംഭവസ്ഥലത്തെത്തിയ കട്ടപ്പന പോലീസ് സജയനെ പിടികൂടുകയായിരുന്നു. രാഹുലിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നേരത്തെ ജീവൻ നഷ്ടമായിരുന്നുവെന്ന് ഡോക്ടർമാർ പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ഇന്നലെ രാത്രി ഏതാണ്ട് 10-11 മണിക്ക് ആണ് ഈ സംഭവം നടക്കുന്നത്. ചെറുപ്പക്കാർ തങ്ങളിൽ വഴക്കുണ്ടായി ഒരാളെ ദാരുണമായി കൊലപ്പെടുത്തുകയാണുണ്ടായത്. ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് പറയുന്നത് മദ്യവും മയക്കുമരുന്നാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയുന്നത്. ഞാൻ എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 8:00 കട അടച്ചിട്ട് പോകും. ഇന്നലെയും 8 സമയത്ത് കട അടച്ചു. ആ സമയത്തൊന്നും ആരെയും കണ്ടില്ല. ഞാൻ പോകുന്നതിന് ശേഷമാണ് ഇവിടെ മദ്യവും മയക്കുമരുന്നെല്ലാം നടക്കുന്നത്. ഒരു വലിയ ദാരുണമായ ഒരു സംഭവമാണ്. രാഹുലിന്റെ മൃതദേഹം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമാകും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി തെളിവ് ശേഖരിച്ചു. മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം സജയനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് മലയാളം, ഇടുക്കി.